നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് മാറ്റാനുള്ള ആവശ്യം കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചിട്ട് 3 മാസം പിന്നിടുകയാണ്. ഔദ്യോഗിക രേഖകളിലടക്കം കേരള എന്നത് കേരളമാക്കി മാറ്റാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരുന്നുണ്ട്. ഇതിനിടയിൽ ദില്ലിയിൽ നിന്നുള്ള ഒരു കൗതുക ചോദ്യത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ള VIP-കൾ അടിക്കടി വന്നു പോകുന്ന കേരള ഹൗസ്, അത് കേരളം ഹൗസായി ഉടൻ മാറുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഉത്തരവ് ലഭിച്ചാൽ ഉടൻ തന്നെ ഈ ബോർഡ് മാറ്റാനുള്ള പണികളിലേക്ക് കടക്കുമെന്നാണ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. പക്ഷെ അത് എന്നായിരിക്കും, അത് എപ്പോഴായിരിക്കും? ദില്ലിയിൽ നിന്ന് YS അഭിനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോകാം. 2024 ജൂൺ 24-നാണ് കേരള എന്നുള്ള പേര് കേരളമാക്കി മാറ്റണമെന്ന് നിയമസഭാ പ്രമേയം പാസാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം ഫെബ്രുവരി 26-ാം തീയതി കേന്ദ്ര മന്ത്രിസഭ അതിന് അംഗീകാരം നൽകുന്നു. വലിയ സ്വീകാര്യതയാണ് സംസ്ഥാനമെമ്പാടും അതിന് ലഭിക്കുകയും ചെയ്തത്. അപ്പോഴും കേരള എന്ന പേര് മാറാത്ത ഒരിടത്താണ് ഞാനുള്ളത്, ദില്ലി കേരള ഹൗസിൽ. നമുക്ക് ഈ ബോർഡൊന്ന് ശ്രദ്ധിക്കാം. ഇപ്പോഴും കേരള ഹൗസ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഔദ്യോഗിക രേഖകളിലടക്കം ഗവൺമെന്റ് ഓഫ് കേരളം എന്നാണ് പറയുന്നത്. കേരളം സർക്കാർ എന്ന് പറയുന്നു. ദേശീയ മാധ്യമങ്ങളടക്കം നമ്മുടെ സംസ്ഥാനത്തെ കേരളം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ളിടത്ത് രാജ്യ തലസ്ഥാനത്ത് നിന്നായിരുന്നു നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവ് അത് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിക്കുകയും ചെയ്തത്. രാജ്യ തലസ്ഥാനത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന കേരള ഹൗസിൽ മാറ്റമൊന്നുമില്ല. കേരള ഹൗസ് എന്ന് അത് തന്നെ എഴുതി വെച്ചിരിക്കുന്നു. കേരളം ഹൗസ് എന്ന് മാറ്റാത്തത് എന്ത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരുന്നുണ്ട്. ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചു. പൊതുഭരണ വകുപ്പിന് കീഴിലാണ് കേരള ഹൗസിന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. പൊതുഭരണ വകുപ്പ് കൈകാര്യം ചെയ്തത് ആര്? മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള VD സതീശൻ. ഗസറ്റ് വിജ്ഞാപനം അത് ലഭിച്ച് അവർക്കൊരു ഉത്തരവായി ലഭിച്ചെങ്കിൽ മാത്രമേ ഇവിടുത്തെ രേഖകളിലും ബോർഡിലും അടക്കം കേരള ഹൗസ് എന്നുള്ളത് മാറ്റി കേരളം ഹൗസ് എന്നത് സ്ഥാപിക്കാൻ കഴിയൂ എന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത്. ജീവനക്കാരും അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ സംസ്ഥാനമെമ്പാടും ദേശീയ മാധ്യമങ്ങളടക്കം കേരളം എന്ന് ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഓരോ ദിവസവും എത്തുന്നത് ഓരോരുത്തരം അതിഥികളാണ്. അതിനകത്ത് VIP-കളുണ്ട്, മന്ത്രിമാരുണ്ട്. മുഖ്യമന്ത്രി തന്നെ VD സതീശന് മുഖ്യമന്ത്രി ആയതിനു ശേഷം 2 തവണയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം കടന്നു പോകുന്ന വഴിയിൽ ഈ ബോർഡുകളിലൊക്കെ ഇപ്പോഴും കേരള ഹൗസ് എന്ന് എഴുതി വെച്ചതിൻ്റെ കാര്യം എന്തെന്ന് അറിയില്ല. എന്തായാലും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ജീവനക്കാരും ഉദ്യോഗസ്ഥരും അടക്കം വ്യക്തമാക്കുന്നത്. പൊതുഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. ഈ പേര് കേരള ഹൗസ് എന്നുള്ളിടത്ത് ഇനി ഇവിടെ ഒരു എമ്മും കൂടി ഇട്ട് കേരളം ഹൗസ് എന്ന് മാറ്റാൻ ആ ഒരു ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെയുള്ളവർ. എന്തായാലും നടക്കുമോ എന്ന് നോക്കാം. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ്, ഇൻ റിപ്പോർട്ടർ, ദില്ലി. അപ്പോൾ കേരള ഹൗസ് കേരളം ഹൗസായി മാറുമോ എന്നാണ് YS അഭിനന്ദിന്റെ സംശയം. അതാണ് നമുക്ക് അറിയേണ്ടത്. നോക്കാം, കാത്തിരിക്കാം. VD സതീശൻ ഇടപെടുമോ എന്നുകൂടി